അടിമാലി ഗ്രാമപഞ്ചായത്തിൽ വാളറ മേഖലയിൽ കാട്ടാന ശല്യത്തിന് പരിഹാരം കാണണമെന്നാവശ്യപ്പെട്ട് കുളമാങ്കുഴി ആദിവാസി മേഖലയിലെ കുടുംബങ്ങളും മറ്റിടങ്ങളിൽ നിന്നുള്ള ആളുകളും വാളറ കാവേരിപ്പടിയിൽ ദേശീയപാത ഉപരോധിച്ചു. ഉപരോധ സമരത്തിന് മുന്നോടിയായി കുടുംബങ്ങൾ പ്രതിഷേധ പ്രകടനവും നടത്തി. അക്രമകാരിയായ കാട്ടുകൊമ്പനെ പ്രദേശത്തു നിന്ന് തുരത്തണമെന്നും കാട്ടാന ശല്യത്തിന് ശാശ്വത പരിഹാരം കാണണമെന്നുമാണ് കുടുംബങ്ങളുടെ ആവശ്യം. വാളറ, കുളമാങ്കുഴി, കമ്പിലയിൻ, കാഞ്ഞിരവേലി തുടങ്ങി അടിമാലി ഗ്രാമപഞ്ചായത്തിലെ വിവിധ മേഖലകളിൽ കാട്ടാന ശല്യം രൂക്ഷമാണ്. ജനവാസ മേഖലയിൽ നിന്നും കാട്ടാനകൾ പിൻവാങ്ങാത്ത സ്ഥിതിയുണ്ട്. ആളുകൾക്ക് നേരെയും ആക്രമണം ഉണ്ടായി. കൃഷിവിളകൾ വ്യാപകമായി നശിപ്പിക്കപ്പെടുന്നു. രാപകൽ വ്യത്യാസമില്ലാതെ ആളുകൾ പുറത്തിറങ്ങാൻ ഭയക്കുന്ന സാഹചര്യത്തിലാണ് കുളമാങ്കുഴി ആദിവാസി മേഖലയിലെ കുടുംബങ്ങളും മറ്റിടങ്ങളിൽ നിന്നുള്ള ആളുകളും പ്രത്യക്ഷ സമരവുമായി രംഗത്തെത്തിയത്. പ്രതിഷേധ സൂചകമായി വാളറ കാവേരിപ്പടിയിൽ കുടുംബങ്ങൾ ദേശീയപാത ഉപരോധിച്ചു. ഉപരോധ സമരത്തിന് മുന്നോടിയായി കുടുംബങ്ങൾ പ്രതിഷേധ പ്രകടനം നടത്തി. പ്രതിഷേധ സമരം അടിമാലി ഗ്രാമപഞ്ചായത്ത് അംഗം ദീപ രാജീവ് ഉദ്ഘാടനം ചെയ്തു. നമുക്കറിയാം, കഴിഞ്ഞ 3 മാസമായി നമ്മുടെ ഈ പ്രദേശത്ത് ഒറ്റക്കൊമ്പൻ എന്ന് പറയുന്ന ഒരു ആന തമ്പടിച്ചിരിക്കുന്ന ഒരു സാഹചര്യമാണ് ഇവിടെ ഉള്ളത്. നമുക്ക് ഇപ്പം രാവിലെ ആണെങ്കിലും കുട്ടികളെ സ്കൂളിൽ അയക്കാനോ അല്ലെങ്കിൽ ജോലിക്ക് പോകാനോ പറ്റാത്തൊരവസ്ഥയിലാണ് ജനങ്ങൾ ഇങ്ങനെ ഒരു പ്രതിഷേധ സമരമായിട്ട് മുന്നോട്ട് വന്നിരിക്കുന്നത്. നമുക്കറിയാം, ഒരു 4 മാസത്തിനപ്പുറം ഇന്ദിരാമ എന്ന് പറയുന്ന ഒരു സ്ത്രീയെ ഈ വാർഡിലാണ് കാട്ടാന ആക്രമിച്ച് കൊലപ്പെടുത്താൻ ഇടയുണ്ടായത്. എന്താണേലും അതിനുശേഷം നമുക്ക് ഗവൺമെന്റ് നമ്മളോട് പറഞ്ഞിരുന്നു, നമുക്ക് RRT ടീമിനെ തരാമെന്ന് പറഞ്ഞിരുന്നെങ്കിലും അത് വാക്കുകളിൽ മാത്രം ഒതുങ്ങിയിരിക്കുന്ന ഒരു സാഹചര്യമാണ് നിലവിലുള്ളത്. അക്രമകാരിയായ കാട്ടുകൊമ്പനെ പ്രദേശത്തു നിന്നും തുരത്തണമെന്നും കാട്ടാന ശല്യത്തിന് ശാശ്വത പരിഹാരം കാണണമെന്നുമാണ് കുടുംബങ്ങളുടെ ആവശ്യം. കഴിഞ്ഞ 3 മാസക്കാലമായി, അതായത് കാഞ്ഞിരവേലി മുതൽ പത്താമല് വരെയുള്ള നീണ്ട ഒരു പ്രദേശത്തുള്ള ആയിരക്കണക്കിന് കുടുംബങ്ങളുടെ കൃഷിരേഖകൾ നഷ്ടം. അത് ശരിക്കും പറഞ്ഞാൽ കോടികളുടെ തന്നെ നഷ്ടമുണ്ട്. അതായത് പത്താമയിൽ മുതൽ കാഞ്ഞിരവേലി വരെ, പിന്നെ കമ്പിലയിൽ, അത് വേറൊരു ഭാഗം. ഇവിടെ ഒരു 10-50 കോടി രൂപയുടെ നഷ്ടം വരുത്തി ഈ ഒറ്റക്കൊമ്പനും ഏറ്റവും കുറഞ്ഞത്. ഈ നഷ്ടം വരുത്തി കഴിഞ്ഞപ്പോൾ അധികാരികൾ ഈ കാര്യത്തിൽ യാതൊരു നിലപാടും സ്വീകരിക്കുന്നില്ല. കാട്ടാനകൾ ജനവാസ മേഖലയിലേക്ക് പ്രവേശിക്കാതിരിക്കാൻ ഫെൻസിംഗ് ഉൾപ്പെടെയുള്ള ഫലപ്രദമായ നടപടികൾ സ്വീകരിച്ചില്ലെങ്കിൽ ശക്തമായ തുടർ സമരങ്ങളുമായി രംഗത്ത് വരുമെന്ന് ആദിവാസി കുടുംബങ്ങൾ മുന്നറിയിപ്പ് നൽകി. വിവിധ രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികളും ത്രിതല പഞ്ചായത്ത് അംഗങ്ങളും പൊതുപ്രവർത്തകരും മറ്റിതര സംഘടനാ പ്രവർത്തകരും ജനകീയ സമരത്തിന് പിന്തുണയുമായി എത്തിയിരുന്നു. ന്യൂസ് ബ്യൂറോ, അടിമാലി.